ധനുഷ്കോടിയിലേക്കുള്ള യാത്രയാണ്. അതിമനോഹരമായ റോഡുകളും റോഡിൻ്റെ ഇരുപുറമെല്ലാം വളരെ മനോഹരമാണ്. മുതലാളിയാണ് ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ അത് ഭയങ്കര ഡ്രൈവിംഗ് ആണ്. ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇവിടെ ഒരു കടയിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ സഹോദരൻ വളരെ വിദഗ്ധമായ രീതിയിൽ തുളവട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ എടുക്കാനുള്ള ഒരാകാംക്ഷ, അതുകൊണ്ട് തുളവട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് പകർത്തിയത്. ുണർന്നിടാത്തൊരു പുതുരാഗം, ഒരു കാലിച്ചായ, ചായയുടെ കൂട്ടത്തിൽ കടിയുമാകാമെന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി കടിയും കഴിക്കുന്നുണ്ട്. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ അത് ഉറകിട്ട് പോയാൽ എങ്ങനെ അതിനെ ഉറകൂട്ടുമെന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഉപ്പുപാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൽ വെള്ളം ഇങ്ങനെ കെട്ടിയിട്ട്, കടലിൽ നിന്നുള്ള വെള്ളം നേരിട്ടല്ല, അത് ബോർവെല്ലിലെ വെള്ളമാണ് മോട്ടർ വെച്ച് അടിച്ച് ഇങ്ങനെ ഈ പ്രദേശത്ത് അത് സൂക്ഷിച്ച്, അതായത് 200 അടി ആഴത്തിൽ നിന്നാണ് വെള്ളം അടിച്ച് കയറ്റുന്നതാണ് അവർ പറഞ്ഞത്. അങ്ങനെ വെള്ളം കയറ്റി അവിടെ കെട്ടിയിട്ട് നല്ല ഉപ്പ് റെഡിയാക്കി എടുക്കുകയാണ് അവർ. അപ്പം ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ കൂടി കുറച്ച് അവരെ സഹായിക്കാമെന്ന് കരുതി. കാരണം ഇങ്ങനെ പോകുന്ന വഴിക്ക് അവരെ സഹായിക്കുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി ഞങ്ങളും കുറച്ചു നേരം അവരുടെ കൂട്ടത്തിൽ ഉപ്പ് ഖനനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. മൗനമേ വേദമാ, മലകൾ പേസുമാ, പേസിനാലോയുമാ അൻപേ മലരേ. ഉപ്പ് ഖനനത്തിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് നിങ്ങൾ കാണുന്നത്. അവിടെയുള്ള സഹോദരങ്ങളെ സഹായിക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഈ പണിക്ക് പോയത്. ഇത് അവർക്ക് സഹായമായോ അതോ ഉപദ്രവമായോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചതും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുമൊക്കെ. ആ മനുഷ്യർ, പാവ മനുഷ്യർ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
നമ്മുടെ മേശപ്പുറത്തും കറികളിലും ഒക്കെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള ഇപ്രകാരമുള്ള കഷ്ടപ്പാടോ അല്ലെങ്കിൽ ഇത് ഖനനം ചെയ്യുന്ന രീതികളെക്കുറിച്ചൊന്നും എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുകയല്ലോ. പക്ഷെ ഇത് കാണുമ്പോഴാണ് ഇത് എത്രമാത്രം ത്യാഗം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അടുത്ത മുതലാളിയും ഖനനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരെ സഹായിക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ഈ പാടങ്ങളുടെയൊക്കെ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കി നടത്തുന്ന ആൾ. അദ്ദേഹത്തോട് ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ്. ഇനിയൊരു കരിക്ക് ആകാമെന്ന് കരുതി ഞങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഇവിടെ കരിക്ക് കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ ഒരു വലിയ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത് അവർ കാണുന്നുണ്ട്. അപ്പോൾ കരിക്ക് വെട്ടുന്ന സഹോദരൻ അത് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ്, നന്നായി ചിരിച്ച് നിൽക്കുക, ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായി ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഒരു ഊഷ്മളതയാണ്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ പരിചയമില്ലാത്ത ആളുകളാണ്, എങ്കിലും അത് പുറത്ത് പോകുമ്പോൾ ഭംഗിയുള്ളതായിരിക്കണമെന്നുള്ളൊരു വലിയൊരു കരുതലിൻ്റെ ചിന്ത അവിടെ കാണാൻ സാധിച്ചു. നല്ല മധുരമുള്ള വെള്ളമാണ്, നല്ല കരിക്കാണ് കേട്ടോ. എല്ലാവരും ഈ വഴി പോകുമ്പോൾ ഓരോ കരിക്ക് ഇവിടെ നിന്ന് കുടിക്കുന്നത് നല്ലതാണ്. വിടികാലി വിണ്ണഴക് വിടിയും വരെ പിന്നഴക് നെല്ലുക്ക് നാற்றழகு தென்னைக்கு கீற்றழகு ஊருக்கு ஆறழகு ஊர்வலത്തിൽ തേരഴക്. ഇനി രാമേശ്വരത്തേക്ക് 29 കിലോമീറ്ററാണ്. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ അനുഗ്രഹീതമായ ആ നാടാണ് നമുക്കറിയാം രാമേശ്വരം. അവിടേക്ക് 29 കിലോമീറ്ററാണ് ഇനിയുള്ളത്. മനോഹരമായ റോഡുകൾ, ഒന്നും പറയാം. കവിതയ്ക്ക് പൊയ്യഴക് കന്നത്ത് കുഴിയഴക് കാർകൂന്തൽ പിന്നഴക് കണ്ണുക്ക് മൈയഴക്. കവിതയ്ക്ക് പൊയ്യഴക് കന്നത്ത് കുഴിയഴക് കാർകൂന്തൽ പിന്നഴക്. ധനുഷ്കോടിയിലേക്ക് ഇനി 45 കിലോമീറ്ററാണുള്ളത്. ഞങ്ങൾ ഈ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു 50 കിലോമീറ്റർ വെച്ചാണ് ഓരോ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത്. 50 കിലോമീറ്റർ എവിടെയാവുന്നു അവിടെ സൈഡാക്കും. അപ്പോഴടുത്ത ആൾ ഊഴാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം നൽകും துடிக்கின்றதோ ஏ மான்புரு மங்கையே நிலாயோ செம்மாதுளை வாய்மொழி சொல்லாயோ ஏ மான்புரு மங்கையே நிலாயோ செம்மாதுளை வாய்மொழி
எழுதுங்கள் பல்லவியையோ. என் வீட்டு தோட்டத்து பூவெல்லாம் கேட்டுப்பார், என் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார், என் வீட்டு தென்னங்கிற்றை இப்போதை கேட்டுப்பார், என் நெஞ்சை சொல்லுமே. மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ள வா வா. மார்பில் ஒளிந்து கொண்டால் மறந்து வரும், கூந்தலில் ஒளிந்து கொள்ள வரவா. என் கூந்த தேவன் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா. நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் இன்று வழியிடும் காதல் நதியே. என் சுவாசம் உன் மூச்சு, உன் வார்த்தையின் பேச்சு, 5-6 நூற்றாண்டு வாழ்வோம் நின் வாழ்வேவா. മലർകളെ മലർകളെ ഇത് എൻ കനവാ. റോഡിന് ഇരുപുറവും കടലാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇത് എന്നെ നിറവാ. അങ്ങനെ അതിപ്രശസ്തമായ പാമ്പാൻ പാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എത്ര മനോഹരമാണത്! കടലിൻ്റെ നടുവിലൂടെയുള്ള ഒരു പാലം. ഈ പാലത്തിൻ്റെ എതിർവശത്ത് അവിടെ തന്നെ ഇതുപോലെ റെയിൽവേ ട്രാക്കും ഉണ്ടായിരുന്നു. സുനാമി വന്ന് തുടർന്ന് 2 മാസം കഴിയുമ്പോൾ അവിടെ യാത്ര പുനരാരംഭിക്കും, ട്രെയിൻ യാത്ര എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്നും പറയാനില്ല, ഭംഗിയുള്ള നല്ല രസമുള്ള മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന പാലം, കടലിൻ്റെ നടുവിലൂടെയുള്ള മനോഹരമായ യാത്ര. തൂയ സിന്തമിഴ് ആരീരാരോ ആരാരോ, தங்க கைவளை வைர கைவளை ஆரீராரோ ஆராரோ. இந்த நாளிலே வந்த ஞாபகம் எந்த நாளும் மாறாதோ. ഈ പാലത്തിൽ വാഹനം നിർത്തി പുറത്തിറങ്ങാനായിട്ട് അനുവാദമില്ല. പക്ഷേ ഇവിടെ ബ്ലോക്കാണ്. അതിന് കാരണം ആ റോഡിലൂടെ ആ സമയത്ത് ഗവർണർ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ വാഹനം നിർത്താനും പുറത്തിറങ്ങാനും ഒക്കെയുള്ള ഒരവസരം നമ്മുടെ മുതലാളിയുടെ 50 കിലോമീറ്റർ കഴിഞ്ഞ് വീണ്ടും ഡ്രൈവറൊക്കെ മാറിയിറക്കി വീണ്ടും മുതലാളി കയറിയതാണ് നമ്മൾ കാണുന്നത്. ദിനമും ഒരു ഗണമും ഇതൈ മറവാതിന്തൻ മനമേ, വിഴി പേസിടും മൊഴിതാനിന്ത ഉലകിൻ പുതുമൊഴിയേ, പല ആയിരം കഥை പേസിടും ഉദവും വിഴി വഴിയേ. ഇവിടെ പാലത്തിൽ വണ്ടി നിർത്തേണ്ടി വന്നതുകൊണ്ട് പുറത്തിറങ്ങാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നത്. മുതലാളിയുടെ 50 കിലോമീറ്റർ ആയില്ല കേട്ടോ, നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. 50 കിലോമീറ്റർ ആകാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണ് മുതലാളി ഉള്ളത്. നമ്മുടെ മുതലാളി അങ്ങനെ 50 കിലോമീറ്റർ തികച്ച് അടുത്ത ആൾക്ക് ബാറ്റൻ കൈമാറിയിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള 50 കിലോമീറ്ററുകൾ ഇപ്പോൾ ബാറ്റൻ ഏറ്റെടുത്തിരിക്കുന്ന ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണ്. മറ്റു 3 പേർക്കും വലിയ ഉത്തരവാദിത്വം ഈ സമയത്ത് ഇല്ല എന്നാണ് അവർ പറയുന്നത്. പ്രകൃതി ഭംഗിയെക്കുറിച്ചും റോഡിനെക്കുറിച്ചും ഒന്നും പറയാൻ വാക്കുകളില്ല. അത്രയും മനോഹരമാണ്. അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും അവിടെ ഒന്ന് പോകുന്ന വളരെ നല്ലതാണ്. ഈ പാമ്പാൻ പാലവും
ധനുഷ്കോടിയിലേക്കുള്ള യാത്രയൊക്കെ വളരെ വളരെ നല്ല അനുഭവങ്ങൾ നൽകുന്ന ഒരു യാത്രയാണ്. முடிவும் நீ மூன்று காலம் நீ கடல் நீ கரையும் நீ காற்று கூட நீ മനതോരം ഒരു കായം എന്താ ഭംഗിയല്ലേ സമീപപ്രദേശങ്ങളും കടൽ തീരങ്ങളും എല്ലാം. ധനുഷ്കോടിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ലൊരു ഗ്രാമമായിരുന്നു. ഈ സുനാമി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒത്തിരിയേറെ ആളുകൾ താമസിച്ചിരുന്ന ദേവാലയങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ധനുഷ്കോടി. പക്ഷേ സുനാമിക്ക് ശേഷം അവിടെ ആൾതാമസമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് കച്ചവടക്കാരും ആളുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ കടൽ കിടന്ന് അപ്പുറം എത്തുമ്പോഴേക്കാണ് നമ്മുടെ ശ്രീലങ്കയിലേക്കുള്ള എളുപ്പമാർഗമാണ് ഈ ഒരു കൂടി കൂട്ടിയാണ് ഫോട്ടോ എടുക്കുന്നത്. ചില ബാച്ചുകാർ ഫോട്ടോ എടുക്കുമ്പോഴും ആ കുരങ്ങന്മാർ അവരുടെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായ അനുഭവമാണ്. അപ്പോൾ ഓരോരുത്തരും
കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിറദീപം ചാർത്തുന്നു നീലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒരു ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. സുനാമി വന്ന് നശിച്ചു പോയ ഒരു ദേവാലയമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടവും വേദനയൊക്കെ മനസ്സിൽ തോന്നും. കാരണം എത്രയോ വിശുദ്ധ ബലിയും പ്രാർത്ഥനയുമൊക്കെ ഉയർന്ന ഒരു പുണ്യ സ്ഥലമാണ്. ഇത് അനാഥമായി കിടക്കുകയാണ്. സുനാമിയിൽ മൊത്തം തകർന്ന് തരിപ്പണമായി പോയതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ ദേവാലയത്തിൻ്റെ. ചാർത്തുന്നു നീലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം 50 കിലോമീറ്റർ കഴിക്കാനുള്ള യാത്രയിലാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ. നിറദീപം ചാർത്തുന്നു. ുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. അങ്ങനെ നമ്മളൊരു ബീച്ചിലെത്തിയിരിക്കുകയാണ്. അത് പ്രഭാതത്തിലാണ് ഞങ്ങൾ ഈ ബീച്ചിൽ പോയത്. അതുകൊണ്ട് ഇവിടെ മറ്റ് അധികം ആളുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കടൽത്തിര കണ്ട് പേടിച്ച് ഓടുന്നതല്ല, കടൽത്തിരയോടുള്ള ഒരു ബഹുമാനം കൊണ്ട് മുമ്പോട്ട് അല്പം ഓടി എന്നതേ. കടലിനെയോ കടൽത്തിരകളെയോ ഒന്നും പേടിയൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ചെറിയൊരു തിര വന്നപ്പോൾ ഓടിയത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് വീഡിയോകളും ഒക്കെ എടുത്തു. മനോഹരമായ ഒരു ബീച്ചാണിത്. ഇതിനനുബന്ധിച്ച് അവിടെ ധാരാളം ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. രാവിലെ ആയിരുന്നതുകൊണ്ടാണ് അധികം ആളുകളൊന്നും ഇവിടെ ഇല്ലാത്തത്. ഏതോ സുഖം ഉള്ളോരത് ഏനോ മനം ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള വ്യക്തികളായതുകൊണ്ട് അവർ കടൽ തീരത്ത് നിന്നപ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ കഥകളും കവിതകളും സാഹിത്യവും ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ കടൽ തീരത്തു കൂടെ ഉലാത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർ രണ്ടുപേരും കൂടി മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ നമുക്കും അല്പം സാഹിത്യവും കഥയും കവിതയും ഒക്കെ ആകാമല്ലോ. കടൽ തീരത്ത് വന്നപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കടൽ തീരത്ത് കൂടെ ഒരു ചെറിയൊരു പ്രഭാത സവാരി ഗിരിഗിരി ആകാമെന്ന് കരുതിയതാണ് നിങ്ങൾ കാണുന്നത്. കടൽ തീരം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിപ്പോയി. വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് കരുതിയാണ്, പക്ഷേ ധൈര്യം കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ്. കടൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു ആവേശമാണല്ലോ. അതുകൊണ്ട് കടൽ തീരത്ത് കൂടെ ഞങ്ങളിങ്ങനെ കുറച്ചേരം സമയം ചെലവഴിക്കുന്നതാണ്.
തിരിച്ചുള്ള യാത്ര ഞങ്ങൾ താമസ സ്ഥലത്ത് നിന്നും തിരിച്ചുള്ള യാത്ര ആരംഭിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വീണ്ടും തിരിച്ച് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. போகாதே நீ பிரிந்தா நான் இருப்பேன் உன்னோடு வாழ்ந்து காலங்கள் யாவும் கனவாய் என்னை மூடுதடா யாரென்று நீ என்னை பார்க்கும்போது உயிரே உயிர் போகுதடா கல்லறையில் கூட ஜன்னல் ஒன்று வைத்து തിരിച്ചുള്ള യാത്ര മധുരൈ വഴിയാണ്. മീനാക്ഷി ടെമ്പിളൊക്കെ ഉള്ള മധുരൈ വഴിയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് 110 കിലോമീറ്ററാണ് മധുരയ്ക്കുള്ളത്. ആ വഴിയാണ് തിരിച്ച് ഞങ്ങൾ യാത്ര. நான் இருப்பேன் போகாதே போகாதே நீ பிரிந்தா நான் இருப்பேன் ഇവിടെയുള്ള റോഡുകൾ അത് പറയാതിരിക്കാൻ വയ്യ. വയനാട്ടിലെ റോഡുകൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അതൊക്കെ വയനാട്ടിലെ റോഡ് വയനാട്ടിലെ തന്നെ. പക്ഷേ ഇവിടെയുള്ള റോഡ് അത് വേറൊരു ലെവലാണ്. கலைந்தாலும் மேகம் அது மீண்டும் மிதக்கும் அதுபோலதானே உந்தன் காதல் எனக்கும் நடைப்பதை விளக்கும் காதல் விழுந்தவுடன் நடைப்பதற்கு இருப்பால முடியாத நினைவுகளை அழிப்பதற்கு உனக்காக காத்திருப்பேன் 4 വരി പാതകളിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാതെ വാഹനം ഇങ്ങനെ കുതിക്കും. உயிரோடு பார்த்திருப்பேன் போகாதே போகாதே நீ இருந்தா நான் இருப்பேன் போகாதே போகாதே நீ பிரிந்தா நான் இருப்பேன் விடிகாலை விண்ணழகு விடியும் வரை பின்னழகு நெல்லுக்கு நாற்றழகு தென்னைக்கு கீற்றழகு ஊருக்கு ஆறழகு അങ്ങനെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് 50 കിലോമീറ്ററുകൾ പൂർത്തിയാക്കി വീണ്ടും അടുത്ത ആൾക്ക് ബാറ്റൻ കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇനി 50 കിലോമീറ്റർ വാഹനം ഉത്തരവാദിത്തോടുകൂടി സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തെ ബാറ്റൻ കൈമാറിയിരിക്കുകയാണ്. கண்ணுக்கு மை அழகு கவிதைக்கு பொய் அழகு கன்னத்து குழி அழகு கார்கூந்தல் பெண்ணழகு கண்ணுக்கு மை அழகு கவிதைக்கு பொய் அழகு கன்னத்து குழி அழகு கார்கூந்தல் பெண்ணழகு வாய்ப்பாட்டு பாடும் பெண்ணே மௌனங்கள் கூடாது. வாய்ப்போட்டு சத்தம் எல்லாம் பெண்ணுக்கு ஆகாது. வண்டெல்லாம் சத்தம் போட்டால் பூஞ்சோலை தாங்காது. மொட்டுக்கள் சத்தம் போட்டால் வண்டுக்கு கேட்காது. ஆடிக்கு பின்னாலே காவேரி தாங்காது. ஆளான பின்னாலே அள்ளிப்பு மூடாது. ஆசை துடிக்கின்றதோ ஏ மான்புரு மங்கையே நிலாயோ செம்மாதுளை வாய்மொழி சொல்லாயோ. ഈ യാത്രയിൽ ഉടനീളം
ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടിയും വചനം വായിച്ചും ജപമാല ചൊല്ലിയും ഒക്കെയുള്ള ഒരു യാത്രയായിരുന്നു ഈ യാത്ര. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളെ അനുഗ്രഹിച്ച സുരക്ഷിതരായി യാത്ര ചെയ്യാൻ സഹായിച്ച ദൈവത്തിന് ഒരായിരം നന്ദി. മാൻപുര് മങ്കയെ ഓ മാൻപുര് മങ്കയെ ദന്തര ദന്തര കണ്ണുകൾ സ്വന്തം சொல்ல ദന്തര ദന്തര കണ്ണുകൾ സ്വന്തം சொல்ல இதயத்தின் மொழியா இப்பொழுது எழுதுங்கள் பல்லவியையோ என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார் என் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார் என் வீட்டு தென்னங்கிற்றை இப்போதை கேட்டுப்பார் என் நெஞ்சை சொல்லுமே மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ടതാണ്. അപ്പം അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി നമ്മൾ പുറത്തിറങ്ങി ഫോട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആടുകളൊക്കെ പരിഭ്രാന്തരാവുകയാണ്. അപ്പം നമ്മൾ ബൈബിളിൽ കണ്ടിട്ടില്ലേ, അപ്പോൾ അപരിചിതനെ അനുഗമിക്കുകയില്ല. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം ആ കൂട്ടം തെറ്റെല്ലാം ഓടാൻ തുടങ്ങിയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അസ്വസ്ഥരാകുന്നു. പക്ഷേ ആ ഇടയൻ്റെ കൂട്ടത്തിൽ വളരെ ശാന്തമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചിട്ടാണ്, അനുവാദം വാങ്ങിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അതിമനോഹരമായ ഒരു യാത്ര അത് ഇവിടെ പൂർണ്ണമാവുകയാണ്.